നമസ്കാരം. രാമഗീതങ്ങൾ നിറഞ്ഞ ഈ സായം സന്ധ്യയിൽ എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപതേ ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ ശ്രീരാമചരിതം നീ ചൊല്ലിടു മടിയാതെ. ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ ശ്രീരാമ സ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. ഭാരതീയർ അവരുടെ ജീവിതത്തിൽ ആത്മീയ ഗുരുക്കന്മാർക്ക് ഉന്നതമായ സ്ഥാനമാണ് കൽപ്പിച്ചിരിക്കുന്നത്. നമുക്ക് ഈശ്വര സാക്ഷാത്കാരത്തിലേക്കുള്ള പാത കാണിച്ചു തരുന്ന മഹാത്മാവാണ് ഗുരു. ജനന മരണങ്ങളാകുന്ന ബന്ധനത്തിൽ നിന്ന് ഗുരു നമ്മെ മുക്തരാക്കുന്നു. ജ്ഞാനം ലഭിക്കാത്ത ഒരുവന് മോക്ഷം അപ്രാപ്യമാണ്. ജ്ഞാനം ലഭിക്കണമെങ്കിൽ ഗുരു ഇല്ലാതെ പറ്റുകയുമില്ല. സംസാരസാഗരത്തിൻ്റെ മറുകര കാണാൻ ഗുരുകൃപ കൂടിയേ തീരൂ. ഗുരു പകർന്നു നൽകുന്ന ജ്ഞാനം മാത്രമാണ് സംസാരസാഗരം കടക്കാനുള്ള തോണി. മാംസചക്ഷുസ്സുകളുടെ കാഴ്ചശക്തി നമുക്ക് ലോകവസ്തുക്കളെ മാത്രമാണ് കാട്ടിത്തരുന്നത്. എന്നാൽ സദ്ഗുരു നമുക്ക് വ്യത്യസ്തങ്ങളായ 2 നേത്രങ്ങൾ തുറന്നു തരുന്നു. ഒന്ന് ഹൃദയത്തിൻ്റെ നേത്രവും മറ്റേത് വിവേകത്തിൻ്റെ നേത്രവും. ഹൃദയത്തിൻ്റെ നേത്രം പവിത്രമാണ്. ഇവയിലൂടെ ദിവ്യദൃഷ്ടി നേടുമ്പോൾ നമുക്ക് ദിവ്യദർശനം ലഭിക്കുന്നു. ജീവിതമാകുന്ന ഇരുട്ടിൻ്റെ ദോഷങ്ങൾക്കും ദുഃഖങ്ങൾക്കും അതീതമായ ദിവ്യദർശനം നമ്മുടെ തന്നെ ഉള്ളിലുള്ള ബ്രഹ്മജ്യോതിസിനെ കാട്ടിത്തരുന്നതാണ്. ലോകത്തിൽ സാരമായതിനെയും സാരഹീനമായതിനെയും വേർതിരിച്ച് കാട്ടിത്തരുന്നതാണ് വിവേകദൃഷ്ടി. ഹൃദയത്തിലെ ജ്യോതിസിനെ കാണിച്ചു തരുന്ന ആ ദൃഷ്ടി ആധ്യാത്മിക രഹസ്യങ്ങളും കാട്ടിത്തരുന്നു. ഗുരുപാദത്തിലുള്ള വിശ്വാസത്തിലും ഭക്തിയിലും മാത്രമേ ദിവ്യങ്ങളായ ഈ 2 നേത്രങ്ങളും ശിഷ്യരിൽ തുറക്കൂ. ഈ തത്വം ഉൾക്കൊണ്ടാണ് ഭാരതീയർ ഗുരുപൂർണിമ ആഘോഷിക്കുന്നത്. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ ശിവാനന്ദ ലഹരി ആലപിക്കുന്നത് കേൾക്കാം. ഗളന്തി ശംഭോ ത്വച്ചരിത സരിത കിൽബിഷരജോ ദളന്തി ധീകുല്യാസരണിഷു പതന്തി വിജയതാം
दिशन्ति संसारभ्रमणपरितापोपशमनं वसन्ति मच्चेतो हृदि भुवि शिवानन्दलहरी गळन्ति शम्भो त्वच्चरितसरित किल्बिषरजो दळन्ति धीकुल्यासरणिषु पतन्ति विजयताम् दिशन्ति संसारभ्रमणपरितापोपशमनं वसन्ति मच्चेतो हृदि भुवि शिवानन्दलहरी. അടുത്തതായി ശങ്കരസ്തോത്രാമൃതം. ശിവയുടെ ചരിതമാകുന്ന തടാകത്തിൽ നിന്ന് ഒഴുകുന്ന കൈവഴികൾ എൻ്റെ ബുദ്ധിയിലേക്ക് വന്നു ചേരട്ടെ. സംസാര കർമ്മബന്ധങ്ങളിലെ എല്ലാ ക്ലേശങ്ങളും ഇല്ലാതെയാകട്ടെ. അങ്ങനെ എൻ്റെ ചേതനയാകുന്ന തടാകത്തിൽ വസിക്കുന്ന ശിവാനന്ദ ലഹരിക്ക് നമസ്കാരം. ഈ ഭാഗം വിവരിക്കുന്ന ശ്രീ ശങ്കരാചാര്യരുടെ ശിവാനന്ദ ലഹരിയിലെ 2-ാം ശ്ലോകം ഇന്ന് ശങ്കരസ്തോത്രാമൃതത്തിൽ സ്വാമി ചിദാനന്ദപുരി വിവരിക്കുന്നത് കേൾക്കാം. ശങ്കരകൃതികളിൽ ശിവാനന്ദ ലഹരിയിൽ 2-ാമത്തെ ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. 1-ാമത്തെ ശ്ലോകത്തിൽ തൻ്റെ നമസ്കാരം ശിവയ്ക്കും ശിവനുമായി ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അത് മംഗളാചരണമാണ്. 2-ാമത്തെ ശ്ലോകത്തിൽ ശിവാനന്ദ ലഹരി വിജയതാം, ശിവാനന്ദ ലഹരി വിജയിക്കുമാറാകട്ടെ, വിജയിക്കട്ടെ, ശോഭിക്കട്ടെ, അങ്ങേയറ്റം വിജയിക്കട്ടെ. എവിടെ? തൻ്റെ ഹൃദയത്തിൽ, ഭക്തജന ഹൃദയങ്ങളിൽ എന്നൊക്കെ പറയാം. ഇപ്പോൾ ഇവിടെ രചിക്കപ്പെടുന്ന ശിവാനന്ദ ലഹരി, ആദ്യം മംഗളാചരണം ചെയ്തു, 2-ാമത് ഈ രചിക്കുന്ന ശിവാനന്ദ ലഹരി വിജയിക്കട്ടെ എന്ന് പറയുകയാണ്. അഥവാ ശിവമായ ആനന്ദം, ശിവൻ്റെ ആനന്ദം, ശിവയുടെ ആനന്ദം, ആ ആനന്ദം തന്നെ ലഹരി, ആനന്ദലഹരി. എങ്ങനെയുള്ള ശിവാനന്ദ ലഹരി? ത്വച്ചരിതസരിത ഗളന്തി, അതാണ് ആദ്യത്തെ വർണ്ണന. ഗളന്തി എന്ന് പറഞ്ഞാൽ ഒഴുകുന്നവൾ. നിൻ്റെ ചരിതങ്ങളാകുന്ന സരിത്ത് ഒഴുകുന്നവളാണ്, ഒഴുകുന്ന നദിയാണ്. അത് ഹേ ശംഭോ, നിൻ്റെ ചരിതങ്ങളാണ്. ഭഗവാന്റെ ചരിതങ്ങൾ എന്ന് പറഞ്ഞാൽ സമസ്ത പ്രപഞ്ചവും ഭഗവാന്റെ ചരിതമാണ്. സൃഷ്ടിസ്തുതി സംഹാരങ്ങളെല്ലാം ഭഗവാന്റെ ചരിതങ്ങളാണ്. സകല കലകളും സാഹിത്യങ്ങളും എന്ന് വേണ്ട സകലവും, സകല ലോകാനുഗ്രഹവും ഭഗവാന്റെ ചരിതമാണ്. അങ്ങനെയുള്ള ഭഗവത് ചരിതമാകുന്ന സരിത്ത് ഒഴുകുന്നു, ഒഴുകുകയാണ്. എങ്ങനെ ഒഴുകുകയാണ്? കിൽബിഷരജോദളന്തി, കിൽബിഷമാകുന്ന, പാപമാകുന്ന, ദുർവാസനകളാകുന്ന, കുടിലതകളാകുന്ന രജസ്സിനെ, മാലിന്യത്തെ, പൊടിപടലങ്ങളെ മുഴുവൻ നീക്കിക്കളഞ്ഞിട്ട്, ദളന്തി എന്ന് പറഞ്ഞാൽ നീക്കിക്കളയുന്നവൾ. അങ്ങനെ ശിവാനന്ദലഹരി ഒഴുകുകയാണ്. ഭഗവത് ചരിതങ്ങളാകുന്ന സരിത്തുക്കൾ പാപങ്ങളാകുന്ന പൊടിപടലങ്ങളെ മുഴുവൻ കഴുകിക്കളഞ്ഞുകൊണ്ട് അങ്ങനെ ഒഴുകുകയാണ്. എന്നിട്ടോ ധീകുല്യാസരണിഷു പതന്തി, ധീകുല്യാസരണിഷു, ബുദ്ധി, 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 നമ്മുടെ എല്ലാം ബുദ്ധി, വേണമെങ്കിൽ ബുദ്ധികൾ എന്ന് പറയാം. കുല്യകൾ, കുല്യ എന്ന് പറഞ്ഞാൽ തോട്, കുല്യകൾ തോടുകൾ, കനാലുകൾ. അപ്പോൾ തോടുകളിലൂടെ, കനാലുകളിലൂടെയെല്ലാം സരണിഷു, വഴികളിൽ, സരണി വഴി, കനാലുകളാകുന്ന അല്ലെങ്കിൽ തോടുകളാകുന്ന, എന്താണ് ആ തോട്? ബുദ്ധി. ബുദ്ധികളാകുന്ന തോടുകളിലൂടെ, തോട്ടുവഴികളിലൂടെ പതന്തി, പതിക്കുന്നവളാണ്. അപ്പം ആദ്യം പറഞ്ഞു ഹേ ശംഭോ, നിൻ്റെ ചരിതങ്ങളാകുന്ന സരിത്ത്, നദി,
ഒഴുകുന്നവളാണ്. എങ്ങനെ ഒഴുകുന്നവളാണ്? മാലിന്യങ്ങളെ മുഴുവൻ കഴുകിക്കളഞ്ഞുകൊണ്ട് അങ്ങനെ ഒഴുകുകയാണ്. ആ നദിയിൽ നിന്ന് കൈവഴികളായി നമുക്ക് ആകാവുന്നത്ര ധീകുല്യകളിലൂടെ ഒഴുക്കാം. നദിയിൽ നിന്ന് തോടുകൾ വെട്ടുകയാണ്, അല്ലെങ്കിൽ കനാലുകൾ വെട്ടുകയാണ്. അതിലൂടെ അതേ ജലരാശി കൊണ്ടുവരികയാണ്. അങ്ങനെ നമ്മുടെ ബുദ്ധികളാകുന്ന കുല്യകളിലൂടെ അങ്ങനെ ഇത് പതിക്കുകയാണ്, ഈ നിൻ്റെ ചരിതങ്ങളാകുന്ന സരിത്തിലെ ജലം. എന്നിട്ടോ ദിശന്തി സംസാരഭ്രമണ പരിതാപോപശമനം. സംസാര ഭ്രമണ പരിതാപോപശമനം ദിശന്തി. ദിശന്തി നൽകുന്നവൾ. എന്തിനെ നൽകുന്നവൾ? സംസാരഭ്രമണത്തിൽ നിന്നുണ്ടാകുന്ന പരിതാപത്തിൻ്റെ ഉപശമത്തെ നൽകുന്നവൾ. സംസാരഭ്രമണം, സംസാരം, ജനിക്കുക മരിക്കുക എന്ന രീതിയിലുള്ള കുടിലമായ ഗതി തന്നെയാണ് സംസാരം. ജനന മരണങ്ങളുടെ പൗനപുണ്യം. ഈ സംസാരത്തിലെ ഭ്രമണം, അത് വേണം ഇത് വേണം എന്ന് ആഗ്രഹിക്കുന്നു, അത് നേടാൻ പരിശ്രമിക്കുന്നു, അതിനായിക്കൊണ്ട് കർമ്മങ്ങളെ ചെയ്യുന്നു, അതിൻ്റെ സംസ്കാരങ്ങളെ സമാഹരിക്കുന്നു, അതിനനുസരിച്ച് വാസന രൂപീകരിക്കുന്നു, അതിനനുസരിച്ച് വീണ്ടും കർമ്മം ചെയ്യുന്നു. ഇങ്ങനെ കർമ്മം, സംസ്കാരം, വാസന എന്ന രൂപത്തിൽ കർമ്മബദ്ധരായിട്ട് സ്ത്രീയിലും പുരുഷനിലും പേരിലും പ്രതാപത്തിലും സ്ഥാനങ്ങളിലും മാനങ്ങളിലും എല്ലാം ആസക്തരായിട്ട് അങ്ങനെ വീണ്ടും 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 ജനന മരണങ്ങളുടെ ആവർത്തനം, അതാണ് സംസാരം. ആ സംസാര ഭ്രമണത്തിൻ്റെ പരിതാപം, ദുഃഖം, ക്ലേശം, സംസാര ക്ലേശം, ആ ക്ലേശങ്ങൾക്കെല്ലാം ഉപശമം തരുന്ന, ഇല്ലായ്മ തരുന്ന, സംസാര ക്ലേശങ്ങളെ മുഴുവൻ ഇല്ലാതാക്കുന്ന ഭാവമാണ്. അതാണ് സംസാരോപശമനം ദിശന്തി. ദിശന്തി നൽകുന്നവൾ. അങ്ങനെയുള്ള ശിവാനന്ദ ലഹരി മച്ചേതോ ഹൃദഭുവി വസന്തി. മച്ചേതോ ഹൃദഭുവി, ഇതൊരു ആലങ്കാരികമായ പ്രയോഗമാണ്. നോക്കൂ, എൻ്റെ ചിത്തമാകുന്ന തടാകത്തിൽ വസിക്കുന്നവൾ. വസന്തി എന്ന് പറഞ്ഞാൽ വസിക്കുന്നവൾ. എവിടെ വസിക്കുന്നവൾ? മച്ചേതോ ഹൃദഭുവി, എൻ്റെ ചേതസ്സാകുന്ന ഹൃദത്തിൽ, ഹൃദം തടാകം, തടാകഭൂമിയിൽ വസിക്കുന്നവളാണ്. അങ്ങനെയുള്ള ശിവാനന്ദ ലഹരി വിജയിക്കട്ടെ എന്ന് പറയുകയാണ്. അതിൻ്റെ സൗന്ദര്യം അത്യത്ഭുതകരമാണ്. അതുപോലെ അത് നൽകുന്ന സന്ദേശവും പ്രത്യേകം ശ്രദ്ധേയമാണ്. നമുക്കൊന്നുകൂടി അത് വിചാരം ചെയ്യാം. അടുത്ത പ്രാവശ്യം ആവട്ടെ. ഇനി സനാതനധർമ്മം. മറ്റുള്ളവരുടെ വേദന നമ്മുടെ വേദനയായി കാണുന്നതാണ് യഥാർത്ഥ കാരുണ്യം. ആ കാരുണ്യത്തിൽ രണ്ടില്ല, ഒന്ന് മാത്രമേയുള്ളൂ. ഇടതു കൈക്ക് വേദനിക്കുമ്പോൾ വലതു കൈ തലോടുന്നത് പോലെ മറ്റുള്ളവരുടെ വേദന പങ്കിടുന്നതിൻ്റെ അനിവാര്യതയെക്കുറിച്ച് സനാതനധർമ്മത്തിൽ ബ്രഹ്മചാരിണി അമൃത ചൈതന്യ സംസാരിക്കുന്നത് കേൾക്കാം. ഓം അമൃതേശ്വരി നമഃ. ദേവകിയുടെ 8ാമത്തെ കുഞ്ഞ് ജനിച്ചുവെന്ന വിവരം കംസന്റെ കാതിലെത്തുന്നു. കംസൻ ഭയത്തോടെ കാത്തിരുന്ന വിവരമാണിത്. ഉടനെ തന്നെ കട്ടിലിൽ നിന്ന് ചാടി എണീറ്റ് കംസൻ ഓടുന്നു. ദേവകിയെയും വസുദേവനെയും തടങ്കലിലിട്ട കാരാഗൃഹത്തിലേക്ക് തള്ളിക്കയറുന്നു. ദേവകി ഒരു കുഞ്ഞുമോളെ കയ്യിൽ കെട്ടിപ്പിടിച്ചിരിക്കുകയാണ്. അവൾ വേദനയോടെ കരയുന്നു. കംസ, നീ എൻ്റെ ആൺകുഞ്ഞുങ്ങളെ എല്ലാം കൊന്നു. ഇതൊരു പെൺകുട്ടിയാണ്. ഞാൻ നിന്നോട് യാചിക്കുകയാണ്, അവളെ വെറുതെ വിടൂ. പക്ഷേ കംസൻ ആ കുഞ്ഞിനെ ദേവകിയുടെ കയ്യിൽ നിന്നും പറിച്ചെടുക്കുന്നു. ആ നിമിഷം എന്താണ് സംഭവിക്കുന്നതെന്നോ? ആ കുഞ്ഞ് കംസൻ്റെ കൈകളിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നു. ആകാശത്തിൽ ഒരു ദിവ്യരൂപം വിളങ്ങുന്നു. 8 കൈകളിലും ദിവ്യായുധങ്ങളാൽ ശോഭിതയായ, സർവാഭരണഭൂഷിതയായ, തേജോമയായ ഭഗവതി. ആ ദേവിയായിരുന്നു യോഗമായ. ഗംഭീരമായ ശബ്ദത്തിൽ ദേവി കംസനോട് പറയുന്നു, വിഡ്ഢി, നിനക്ക് എന്നെ എന്ത് ചെയ്യാനാകും? നിന്റെ മരണത്തിൻ്റെ കാരണക്കാരൻ ജനിച്ചു കഴിഞ്ഞു. അവനെ തേടിപ്പിടിക്കൂ. പറ്റുമെങ്കിൽ നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളെ വധിക്കാതിരിക്കൂ. ഭയമുളവാക്കുന്ന ഒരു പൊട്ടിച്ചിരിയോടെ
ഭഗവതി അപ്രത്യക്ഷമാകുന്നു. കംസൻ ദേവകിയുടെയും വസുദേവൻ്റെയും മുമ്പിൽ നിന്ന് വിറയ്ക്കുന്നു. പെട്ടെന്ന് അദ്ദേഹം ഭടന്മാരോട് പറയുന്നു, ഇവരെ സ്വതന്ത്രരാക്കൂ. എന്നിട്ട് അവരുടെ മുമ്പിൽ കൈകൂപ്പി നിന്ന് വിനയഭാവത്തോടെ കംസൻ പറയുന്നു, ദേവകി എൻ്റെ പൊന്നു പെങ്ങളെ, വസുദേവ എൻ്റെ സഹോദര, ഞാനൊരു മഹാപാപിയാണ്. എനിക്ക് മാപ്പ് തരൂ. ഞാൻ നിങ്ങളോട് ഘോരമായ പാപങ്ങൾ ചെയ്തിട്ടുണ്ട്. ആർക്കറിയാം എന്ത് ഭയമാണ് കംസനെ കാർന്നു തിന്നിരുന്നതെന്ന്. എത്രമാത്രം കേണ് മാപ്പ് യാചിക്കണമെങ്കിൽ. എന്നിട്ട് ആധ്യാത്മിക തത്വങ്ങളുടെ മറ പിടിച്ച് ഇങ്ങനെ പറയുന്നു, ഭദ്രേ സ്വതനയാൻ മയാ വ്യാപതിതാനപി മാനുഷോച്ച യഥഃ സർവഃ സ്വകൃതം വിന്ദത്തെ വശഃ. എൻ്റെ പൊന്നു ദേവകി, ഈ ലോകത്തിൽ എല്ലാവരും ദുരിതം അനുഭവിക്കും. അവരവരുടെ കർമ്മത്തിൻ്റെ ഫലമാണ് അവർ അനുഭവിക്കുന്നത്. അത് കാരണം നിന്റെ മക്കളെയെല്ലാം ഞാൻ കൊന്നിട്ടുണ്ടെങ്കിലും നീ ഇനി വേദനിക്കാതിരിക്കൂ. ഇത് ഒരു രാക്ഷസൻ്റെ ചിന്തയാണ്. രാക്ഷസന്മാർക്ക് എപ്പോഴും അവരുടെ വേദന മാത്രമാണ് യാഥാർത്ഥ്യം. മറ്റുള്ളവരുടെ വേദന വെറും പൊള്ളയാണ്. അവർ ഒരിക്കലും അത് കണക്കിലെടുക്കുകയില്ല. അത്രയും ക്രൂരമായ കൃത്യങ്ങൾ, പാപങ്ങൾ പെങ്ങൾക്കെതിരെ ചെയ്തിട്ടുണ്ടെങ്കിലും കംസൻ ദേവകിയോട് വേദാന്തം ഓതുകയാണ്. എന്നിട്ട് ഇതും കൂടി ചേർക്കുന്നു, മതി, ഇനി വേദനിക്കേണ്ട, ഇനി വിഷമിക്കേണ്ട, ഇനി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകൂ. ക്രൂരനായ കംസനിൽ നിന്നും കൂടി നമുക്ക് ഒരു വലിയ പാഠം പഠിക്കാനുണ്ട്. കാരണം നമുക്കും ഇങ്ങനൊരു രീതിയുണ്ട്. നമ്മൾ വേദനിക്കുമ്പോൾ നമുക്ക് ആ വേദന വളരെ സത്യമാണ്. മറ്റുള്ളവരെല്ലാം നമ്മളോട് സഹതപിക്കണം. മറ്റുള്ളവരെല്ലാം നമ്മുടെ വേദന മനസ്സിലാക്കണം. പക്ഷേ അതേസമയം മറ്റുള്ളവർ വേദനിക്കുമ്പോൾ എന്താണ് അവർ അനുഭവിക്കുന്നതെന്ന് നാം ചിന്തിക്കുന്നില്ല. അതിന് പകരം നമ്മൾ അവരെ ഉപദേശിക്കാൻ ശ്രമിക്കും. അല്ലെങ്കിൽ അവരോട് ചില പോംവഴികൾ പറഞ്ഞു കൊടുക്കും. ശരിയായ കാരുണ്യം എന്താണെന്ന് അമ്മ നമുക്ക് കാട്ടിത്തരുന്നു. സ്നേഹിക്കുന്നവരെ നഷ്ടപ്പെട്ട് വല്ലാതെ വേദനിക്കുന്നവർ അമ്മയുടെ അടുത്തെത്തുമ്പോൾ അമ്മ അവരെ ഉപദേശിക്കുകയോ ആധ്യാത്മിക തത്വങ്ങൾ പറയുകയോ അല്ല ചെയ്യുന്നത്. അതിന് പകരം കുറച്ച് നിമിഷങ്ങൾ അമ്മ അവരോടൊപ്പം മുഴുവനായും ഉണ്ടാകും. അവരുടെ വേദനയിൽ ഒപ്പമുണ്ടാകും. അവരുടെ കണ്ണുനീർ തുടയ്ക്കും. അമ്മയും അവരുടെ കൂടെ കരയും. സഹാനുഭൂതിയോടെയുള്ള ആ സ്നേഹം അവരിൽ ആശ്വാസം പകരും, ഉണർവ് നൽകും. പലപ്പോഴും മറ്റുള്ളവർ വേദനിക്കുമ്പോൾ നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. എന്തായിരിക്കണം പറയേണ്ടത്? എങ്ങനെ ആയിരിക്കാം അവരെ ആശ്വസിപ്പിക്കേണ്ടത്? ഒരിക്കൽ എനിക്ക് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഫോൺ കോൾ വന്നു. അവരുടെ ഭർത്താവായ അനൂപിൻ്റെ അമ്മ പെട്ടെന്ന് മരിച്ചു. എൻ്റെ ഫ്രണ്ട് വല്ലാതെ അപ്സെറ്റായിരുന്നു. കാരണം ആ സമയത്ത് അവൾ ഭർത്താവിൻ്റെ കൂടെയല്ല. ഞാൻ 2 പേരുടെയും നല്ല ഫ്രണ്ടാണ്. അതുകൊണ്ട് അവൾ എന്നോട് പറഞ്ഞു, എനിക്ക് ഭയം തോന്നുന്നു. അനൂപിന് അവൻ്റെ അമ്മയോട് അത്രമാത്രം സ്നേഹവും ബന്ധവും ഉണ്ട്. ഇപ്പോൾ അവൻ വല്ലാതെ വേദനിക്കുന്നുണ്ടാവും. ഞാനുമില്ല കൂടെ. പറ്റുമെങ്കിൽ ഒന്ന് വിളിച്ച് കുറച്ച് സപ്പോർട്ട് നൽകൂ. അവന് ഇത്രയെങ്കിലും ആശ്വാസമാവട്ടെ. ഫോൺ വെച്ചതിന് ശേഷം ഞാൻ എൻ്റെ ഫോണിലേക്ക് തന്നെ നോക്കി നിന്നു. എങ്ങനെയാണ് അനൂപിനെ വിളിക്കുക? ഞാൻ എന്താണ് പറയുക? ഇത്രമാത്രം വേദനിക്കുന്ന ഒരവസരത്തിൽ ഞാൻ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കും? മാത്രമല്ല എന്നോട് സംസാരിക്കാനും തോന്നുന്നുണ്ടാവില്ല. ഒരു നിമിഷം ഞാൻ അവിടെ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്നുപോയി. പക്ഷേ വിളിക്കാതെയും പറ്റില്ല. അതുകൊണ്ട് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു, അമ്മേ, എന്നിലൂടെ ഉചിതമായ വാക്കുകൾ വരയണമേ. എനിക്ക് എന്താണ് പറയേണ്ടതെന്ന് ഒരു പിടിയുമില്ല. ഞാൻ ഡയൽ ചെയ്തു. അനൂപിൻ്റെ ശബ്ദം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി കരയുകയാണ് അവൻ എന്ന്. ഞാൻ പറഞ്ഞു, അനൂപേ, ഞാൻ എന്താണ് നടന്നതെന്ന് അറിഞ്ഞു. എന്നോടൊന്നും പറയണമെന്നില്ല. എനിക്കറിയാം ഇപ്പോൾ അനൂപിന് എന്നോട് സംസാരിക്കണമെന്നൊന്നും തോന്നുകയില്ലെന്ന്. എനിക്ക് ഇത്രയുമേ പറയാനുള്ളൂ. ഞങ്ങളുടെ സ്നേഹവും സാന്ത്വനവും സപ്പോർട്ടും എന്നും നിങ്ങൾക്കുണ്ടാവും. നമ്മളെല്ലാവരും കൂടെ ഉണ്ട് ഈ ഒരു വല്ലാത്ത വേദനയിൽ.
അത്രമാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അനൂപ് താങ്ക് യു എന്ന് പറഞ്ഞു. ഞങ്ങൾ ഫോൺ വെച്ചു. കുറച്ച് ആഴ്ചകൾക്ക് ശേഷം ഞാൻ അനൂപിൻ്റെ ഭാര്യയെ കണ്ടു. അവൾ എൻ്റെ അടുത്ത് വന്നു പറഞ്ഞു, ചേച്ചി എന്താണ് അനൂപ് ചേട്ടനോട് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. അനൂപ് പറഞ്ഞു, ചേച്ചിയുടെ വാക്കുകൾ അവൻ്റെ ഹൃദയത്തെ സ്പർശിച്ചുവെന്ന്. എവിടെ നിന്നോ ഒരു ആത്മധൈര്യം വന്നുവെന്ന്. ഇതിലൂടെ നമ്മുടെ അമ്മ എനിക്കൊരു കാര്യം മനസ്സിലാക്കി തന്നു. മറ്റുള്ളവരുടെ ഒരു വേദന കാണുമ്പോൾ നമുക്ക് അവരുടെ കൂടെ ഒന്ന് നിന്നാൽ മതി. അവിടെ നമ്മൾ പകച്ചു നിൽക്കേണ്ടതില്ല. എന്ത് ചെയ്യണം, എന്ത് പറയണമെന്ന് വേവലാതിപ്പെടേണ്ടതില്ല. അവരുടെ വേദന പങ്കുവെക്കുക, അവരെ സ്നേഹിക്കുന്നുവെന്നും താങ്ങായി നിൽക്കുന്നുവെന്നും അറിയിക്കുക. അമ്മ പറയുന്നു, മക്കളെ, യഥാർത്ഥ കാരുണ്യം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ വേദന നമ്മുടെ വേദനയായി കാണുക എന്നുള്ളതാണ്. ആ കാരുണ്യത്തിൽ രണ്ടില്ല, ഒന്ന് മാത്രമേ ഉള്ളൂ. ഇടത്തേക്കായി വേദനിക്കുമ്പോൾ വലത്തേക്കായി അതിനെ തലോടുന്ന പോലെ അവരുടെ വേദന നമ്മുടെ വേദനയായി മാറും. അതാണ് യഥാർത്ഥ കാരുണ്യം. മറ്റുള്ളവർ വേദനിക്കുമ്പോൾ നമുക്ക് കംസനെ പോലെ ആകാതിരിക്കാം. നമുക്ക് ചുമ്മാ അവരോടൊരു ഉപദേശം പറഞ്ഞ് നിങ്ങളുടെ വേദന മറന്നോളൂ എന്ന് പറയുന്നതിന് പകരം അമ്മയുടെ മാതൃകയിൽ നിന്നും പ്രചോദനം നേടാം. മറ്റുള്ളവരുടെ വേദന നമ്മുടേതായി കണ്ട് അവരെ സ്നേഹിച്ച് അവരുടെ കൂടെ നിൽക്കാം. അമ്മ പറയുന്നു, വേറൊരു ജീവിക്ക് കുറച്ചു നേരത്തേക്കെങ്കിലും ഒരിത്തിരി സമാധാനവും സാന്ത്വനവും നൽകുവാൻ പറ്റുമെങ്കിൽ നമ്മുടെ ജീവിതം ധന്യമാകും. അത് നമുക്ക് ചെയ്യുവാനായി കൃപ നമ്മെ അനുഗ്രഹിക്കട്ടെ. ഓം അമൃതേശ്വരിയേ നമഃ. തുടർന്ന് ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. शान्तियुते जय